ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഷുഡ് യു വെയിറ്റ് ഓർ മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സാഹസികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പലർക്കും ഒരുപാട് റിസ്ക് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടു പോയെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ബോൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ഓക്കെ, പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് ഇതെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പേഴ്സണെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു സെപ്പറേഷൻ പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പരസ്പരം വാല്യൂസ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് ജേർണിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടതായിട്ടുള്ള ആണ് ഈ ഒരു സെപ്പറേഷൻ എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഫ്യൂച്ചറിൽ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, യെസ്, ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഇതിനോടകം ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതായിട്ടോ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ടോ ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് നെഗറ്റിവിറ്റി, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു മിറാക്കിൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഒരുപാട് ഒരു മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഫുൾഫിൽമെൻറ്റ് കാർഡ് എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോസിറ്റിവിറ്റി നിറഞ്ഞ കാർഡ്സുകളാണ്. ഫ്രീഡം കാർഡ് ആയിക്കോട്ടെ, സക്സസ് കാർഡ് ആയിക്കോട്ടെ, ഒരു ട്രാൻസ്ഫർമേഷൻ, അല്ലെങ്കിൽ പ്ലഷർ, എല്ലാ ഒരുപാട് കാർഡ്സിലും നമ്മൾ കാണുന്നത് ഒരുപാട് എനർജീസ്, നല്ല നല്ല പോസിറ്റീവ് എനർജീസ് തരുന്ന കാർഡ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കാം. റെയിൻബോസ് കാണുന്നുണ്ടായിരിക്കാം, വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കാം, ഏഞ്ചൽസ് നമ്പേഴ്സ് 1111 എന്നുള്ള ഏഞ്ചൽസ് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ സയൻസ് തരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ട്രാൻസ്ഫർമേഷൻ കാർഡ് എനർജി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പാണ്. തീർച്ചയായിട്ടും ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിന്നും, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫ്രീഡം ലഭിക്കും എന്നാണ് കാണുന്നത്. യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കാർഡ് കിട്ടിയിട്ടുണ്ട്. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് എന്നാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ബോൾഡ് ആവേണ്ട ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്? സെക്കൻഡ് കാർഡ്, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടായിരിക്കാം. ഒത്തിരി അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നൊരു നിമിഷമായിരിക്കാം. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷേ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണിതെന്നാണ് എന്ന യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് കാർഡ്, സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. ഓക്കെ, സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കാണ്ട്, നിങ്ങൾ ആ ഒരു സങ്കടത്തിൽ ഇരിക്കാണ്ട്, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങളോർത്ത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയതോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാണ്ട് ആ ഒരു കംഫോർട്ട് സോണിൽ നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു കംഫോർട്ട് സോണിൽ നിന്നും
നിങ്ങൾ പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫോർത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത് ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ലക്ക്, അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ഇപ്പോൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ്. ഒരു നമുക്ക് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെയുള്ള ഒരു സയൻസ് നമുക്ക് യൂണിവേഴ്സ് നേരത്തെ തന്നെ പല കാർഡ്സിലൂടെയും നമുക്ക് കിട്ടിയതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു റിഫ്ലക്ഷൻ എന്നോണം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വന്ന് നിറയുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് വന്ന് ചേരും. അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയൊക്കെ വിഷമത്തിലാണെങ്കിലും, ഇപ്പോൾ ലവ് ലൈഫ് തന്നെയല്ല, ഈ ലൈഫിൽ ഏതൊരു സിറ്റുവേഷനാണെങ്കിലും, ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് വിഷമത്തിലാണെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർക്കും, ഇത്ര വിഷമത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നല്ലേ. നിങ്ങൾ ശ്രമിക്കുക, കഴിവതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു ഈ ഒരു ടൈമും കടന്നു പോകും എന്ന് ഉള്ള ഒരു ധാരണയോട് കൂടി പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. സോ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ പകുതിയോളം നിങ്ങളുടെ മൈൻഡിലെ വിഷമമൊക്കെ മാറി ഒന്ന് റിലീഫ് ആവാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. സോ നമുക്ക് തന്നെ നമ്മുടെ വിഷമങ്ങളെ കുറേയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ് അത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ശ്രമിക്കും. ഈ കാർഡ്സിലൊക്കെ തന്നെ നമുക്ക് നിറയെ പോസിറ്റിവിറ്റീസ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഈ ഒരു ലൈഫ് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്താണെങ്കിലും മാറും. പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ് ടൈമിലുള്ളതുപോലെ അല്ല ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു റിലേഷൻഷിപ്പേ അല്ലല്ലോ ഇപ്പോൾ എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരികയും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് ഒരുപാടധികം ഇഷ്ടം ആ വ്യക്തിയോട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മാത്രമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയധികം സർവൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നു എന്ന് വേണം പറയാം. അത്രയധികം ഒരു ഇഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ആ ഒരു പേഴ്സണോട് ഉള്ളത് എന്നാണ് കാണുന്നത്. ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയറിൽ നിന്നോ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നിന്നോ, ആ ഒരു പേഴ്സണിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കൊണ്ടോ ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ എന്തൊക്കെ ബാഡ് ബിഹേവിയർ ആണെങ്കിലും ഒക്കെ തന്നെ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ഡീപ്പായിട്ട് ലവ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ വെയിറ്റ് ചെയ്യുകയാണ്, അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ആഗ്രഹിച്ചത്? അതായത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നാളെങ്കിലും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലും, അതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും, വളരെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പോലും 100% നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ പോലെ തന്നെ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ.